ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്ന ഈ വിഷയത്തിലെ പ്രതികരണം. താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത്. അത് വഖഫാകാം, വഖഫ് അല്ലാതാകാം, ഏതു സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരവിടുന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് കഴിയുക? ഇതാണ് ഗവൺമെന്റ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്താൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, ഈ ലാൻഡ് ഒരു വഖഫ് ലാൻഡാണ് എന്ന തരത്തിൽ കോടതികളുടെ തീരുമാനം ഉള്ളതുൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി വിധിക്കകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ചില സങ്കീർണതകൾ ഹൈക്കോടതി വിധി, സിംഗിൾ ബെഞ്ചിന്റെ വിധി സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉടൻ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നത്. അതിപ്പോൾ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചിരുന്നു. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ പറയുന്നത് ഫെബ്രുവരിയിലാണ്. ഇതിപ്പോ മെയ് 30 വരെയാണ് സമയം. അതിനിടയിൽ ഇത് പൂർത്തിയാക്കാനുള്ള കമ്മീഷന്റെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും? അല്ല, അതിപ്പോ എന്തായാലും വിധിയുടെ ഭാഗമായിട്ട് കമ്മീഷന്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച സമയം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ കമ്മീഷനാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത്. കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർക്കിനി സമയം വേണ്ടിവരുമോ, പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി, ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. അതിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. നിയമമന്ത്രി പി രാജീവാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പറയുന്നത്. സ്വാഭാവികമായിട്ടും കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിനാൽ കമ്മീഷനാണ് ഇനിയും തീരുമാനിക്കേണ്ടത് ഏത് സമയത്ത് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കണം, കാലാവധി നീട്ടി വേണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കമ്മീഷൻ സ്വതന്ത്രമായ തീരുമാനമെടുത്ത് അറിയിക്കട്ടെ എന്നാണ് പറയുന്നത്. രാഗിൻ ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം. രാഗിൻ, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെയാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ആശ്വാസകരമാണ് സംസ്ഥാന സർക്കാരിന്. എന്നാൽ ഇത്തരമൊരു ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേയിൽ മാത്രം തീരുന്ന വിഷയമല്ല ഇത്. ക്രമസമാധാന പ്രശ്നമാണ്. ഒരു പഠനം നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ തുടരാൻ അനുവദിക്കണമെന്നുള്ള സർക്കാരിന്റെ പ്രയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം തീരുന്നതാണോ മുൻപത്തെ വിഷയം? അതുകൊണ്ട് മാത്രം തീരുന്നതല്ല. മുനമ്പം നിവാസികൾ പറയുന്നത് അവരുടെ റവന്യൂ അവകാശങ്ങൾ ക്രമീകരിച്ച് അത് സ്ഥിരപ്പെടുത്തി കൊടുക്കണം എന്നതാണ്, പുനഃസ്ഥാപിക്കണമെന്നതാണ്. ഈ ഹർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് തൽക്കാലം മുനമ്പം കമ്മീഷൻ പ്രവർത്തനം തുടരാം എന്നതാണ്. കാരണം സർക്കാർ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ, സിംഗിൾ ബെഞ്ച് ഈ നിയമനം റദ്ദാക്കുകയായിരുന്നു കമ്മീഷന്റെ, അതിനെതിരെയാണ് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയത്. അപ്പോൾ സർക്കാർ സൂചിപ്പിച്ചൊരു കാര്യം, ഇടക്കാല ആവശ്യമായി ഇന്ററിം റിലീഫായി സർക്കാർ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുനമ്പം കമ്മീഷന്റെ കാലാവധി മെയ് 27 അവസാനിക്കുകയാണ്. അതുകൊണ്ട് ആ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം എന്നതായിരുന്നു. അതാണിപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ ഉത്തരവിനെതിരെ നിയമപോരാട്ടം അല്ലെങ്കിൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള സർക്കാരിന്റെ അപ്പീൽ അത് ജൂണിൽ കേട്ട് വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷം കോടതി അത് തീർപ്പാക്കും. ഇപ്പോൾ ഹർജി തീർപ്പാക്കിയിട്ടില്ല, മറിച്ച് സർക്കാരിന്റെ ഒരു ഇന്ററിം ആവശ്യം, ഇടക്കാല ആവശ്യം കോടതി തൽക്കാലം പരിഗണിച്ചിട്ടുണ്ട്. അതായത് മെയ് 27 വരെയാണ് കാലാവധി. എന്തായാലും കമ്മീഷൻ ഇപ്പോൾ അതിന്റെ പ്രവർത്തനം ഏറെക്കുറെ അന്തിമഘട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക്